ഹായ് ഇതൊരു നോമ്പ് തുറക്കൽ വീഡിയോ ആണ് കേട്ടോ. നോമ്പായതിനു ശേഷം നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. ആദ്യത്തെ നോമ്പ് തുറക്കൽ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പഴം കലക്കുന്ന ജോലി മോളുടെ ആണ് കേട്ടോ. അവളാണ് എന്നും ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നൊന്നും ഞാൻ ചെയ്തു എന്നുള്ളൂ. അവളിത് ആ പഴമൊക്കെ ഉടച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പഴം നന്നായി ഉടച്ചതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും പഞ്ചസാരയും വെള്ളമൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു പഴം കലക്കിയത്. നമ്മൾ ആദ്യമായിട്ട് കുടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്ക് കുടിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്കിത് നോമ്പ് തുറക്കുമ്പോൾ ഇല്ലാതെ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പൊരിക്കടികളൊക്കെ പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ ഇന്ന് നോമ്പ് തുറക്കുന്ന ടൈമിൽ പൊരിക്കടികളൊന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ മോൾക്ക് നോമ്പുള്ളത് കാരണം അവൾക്ക് മുളക് ബജ്ജി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് ബജ്ജി ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് സമൂസയും പക്കവടയൊക്കെ തറവാട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. സമൂസ ഞാൻ അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ മുളക് ബജ്ജി ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാൻ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കത് കൊണ്ടുവന്നതോട് കൂടി ഞാനതങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ തറവാട്ടിൽ വരുമ്പോൾ കുറച്ച് ബിരിയാണിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിക്കൽക്കുള്ള ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇന്ന്. ഇനി നമുക്ക് വെള്ളം കലക്കേണ്ട പരിപാടിയും കൂടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ ലൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നോമ്പ് തുറക്കുന്നൊക്കെ ആ ഒരു ടൈമിൽ പൈനാപ്പിൾ ലൈമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മളിത് പൈനാപ്പിളൊക്കെ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. നമുക്ക് പൈനാപ്പിൾ അതുപോലെ മുന്തിരിയൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പൈനാപ്പിൾ ലൈമോ അതുപോലെ മുന്തിരി ലൈമോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ചെയ്തതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ റമദാനിൻ്റെ ഒരുക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി നമുക്ക് ടേബിളിലൊക്കെ ഈ ഐറ്റംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. നോമ്പ് തുറക്കുന്നതിന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ നമ്മൾ ടേബിളിലേക്ക് മാറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ ഇതൊക്കെ ആകെ പരന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സാധാ വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ പച്ചവെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.